എനിക്ക് ദേഷ്യം, എനിക്ക് നിന്നെ ഇഷ്ടമല്ല. കാരണം ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. യെസ്, അതാണ്. അപ്പൊ പുതിയൊരു ദിവസം, പുതിയൊരു തുടക്കം. ഞാനും അമ്മൂട്ടിയും വീണ്ടും വന്നിരിക്കുകയാണ്. അമ്മൂട്ടി, എന്താണ് ഇന്നത്തെ പരിപാടി? പറഞ്ഞോളൂ. ഇമോഷണൽ വിത്ത് ഹാൻഡ് സ്കാനിങ് ചലഞ്ച്. അമ്മൂട്ടി കുറച്ച് ഞാൻ മറന്നുപോയിരിക്കുകയാണ്. ഇമോഷണൽ ചലഞ്ച് ആണ് കേട്ടോ. ഇമോഷണൽ ചലഞ്ച്, അതിന്റെ പണിഷ്മെന്റ് എന്താണ്? ഹാൻഡ് സ്കാനിങ്. യെസ്. അപ്പൊ ഇമോഷണൽ ചലഞ്ച് എന്ന് പറയുമ്പോഴത്തേന് എല്ലാവർക്കും ഭയങ്കര ഡൗട്ട് ഉണ്ടാവും. നിനക്ക് അതായത് ഇമോഷണലി നമ്മൾ തകർക്കുക, അതാണ് ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം. അമ്മൂട്ടി, ആർ യു റെഡി? യെസ്, വി ആർ റെഡി. നിങ്ങൾ റെഡിയാണോ? അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് ഇന്നത്തെ ഇമോഷണൽ ചലഞ്ചിലേക്ക് പോവാം. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി വന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. അമ്മൂട്ടി, ഇമോഷണൽ ചലഞ്ച് എങ്ങനെയെന്ന് മനസ്സിലായോ? അതിനു മുന്നേ നിന്നെ ഇമോഷണൽ ആക്കാനുള്ള ഒരു കാര്യം ഞാൻ പറയട്ടെ. നല്ല മഴ വരാൻ ചാൻസ് ഉണ്ട്. അമ്മ തുണിയെല്ലാം വാഷ് ചെയ്ത് വെയിലത്തിട്ടിട്ടുണ്ട്. ഇമോഷണൽ ആയിട്ട് ഇപ്പൊ തകർക്കാൻ പറ്റിയ ഒരു അവസരമാണ്. പ്രകൃതി വരെ തകർക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ ഇമോഷണൽ ചലഞ്ച് വിത്ത് ഹാൻഡ് സ്കാനിങ്ങിന്റെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ റൂള് കാര്യങ്ങൾ ഇന്നത്തെ ചലഞ്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വല്ല അറിയാവോ? പറഞ്ഞുതരാം. അതായത് ഓക്കെ, ഒരു വേർഡ് പറയും. ആ ഒരു വേർഡിനെ നമ്മൾ ഒരു വേർഡിനെ ഇപ്പൊ ഞാൻ പറയും. അതുപോലെ തന്നെ പല ഇമോഷൻസ്, അതായത് ചിരി, ദേഷ്യം, സങ്കടം, ശാന്തം, ഈ ഇത്രയും ഇമോഷൻസ് ഉണ്ട്. ഇത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് ഒരു വേർഡ് പറയും. ആ വേർഡിനെ ഇപ്പൊ ഞാൻ നിന്നോടൊരു വേർഡ് പറയണം. ആ വേർഡിനെ നീ ചിരിച്ചിട്ട് സംസാരിക്കുക. ഓൺ സ്പോട്ടിൽ ഞാൻ ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഒരു ഭാവം പറയും. ആ ഭാവത്തിൽ പറയാം. ഈ 4 ഭാവങ്ങൾ, അത് നീ 4 ഇമോഷൻസ് പറയും. ഈ 4 ഇമോഷൻസ് മാറി മാറി ചെയ്യാം. കറക്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഹാൻഡ് സ്കാനിങ്. ഓക്കെ, മനസ്സിലായോ? അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ ഇമോഷണൽ ചലഞ്ച് വീഡിയോ. അപ്പൊ തുടങ്ങിയാലോ? അപ്പൊ നമ്മുടെ ഇമോഷണൽ ചലഞ്ച് വീഡിയോയിലേക്ക് നമുക്ക് പോവാം. എന്നത്തെ പോലെ നമ്മുടെ ഫ്രെയിം ദാ ഇവിടെ നമ്മൾ അപ്പൊ സെറ്റ് ആവാൻ വേണ്ടി പോവാണ് കേട്ടോ. യെസ് ഗൈസ്, അപ്പൊ നമ്മുടെ ഇമോഷണൽ ചലഞ്ച് വീഡിയോ നമ്മൾ തുടങ്ങാൻ വേണ്ടി പോവാണ്. ഇതെന്തിനാന്നറിയാലോ? കാണിക്കും ഹാൻഡ് സ്കാനിങ് തെറ്റിയിട്ടുണ്ടെങ്കിൽ. സോ അപ്പൊ നമ്മൾ തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ റൂള് ഒരിക്കൽ കൂടി പറഞ്ഞുതരാം. അതായത് ഇപ്പൊ അമ്മുവിന് ഞാനൊരു വേർഡ് കൊടുക്കും, അല്ലെങ്കിൽ ഒരു നമ്മൾ ഇന്നും സംസാരിക്കുന്ന ഒരു വാക്ക് ഞാൻ കൊടുക്കും. ആ വാക്ക് പല ഇമോഷനിൽ സംസാരിക്കുക. അതായത് സങ്കടത്തില്, ചിരിയില്, ദേഷ്യത്തില്. ഓക്കെ, ഓപ്പോസിറ്റ് ഞാനാണുള്ളെങ്കിൽ ഞാൻ പെട്ടെന്ന് അത് ചേഞ്ച് ചെയ്തോണ്ടിരിക്കും. ആ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ഓൺ സ്പോട്ടിൽ നീ അത് മാറ്റണം. ഓക്കെ, അപ്പൊ ആ വേർഡ് തീരുന്നതിന് മുന്നേ ചിലപ്പോ പറഞ്ഞു പോകും. ആ സമയത്ത് തന്നെ അത് ചേഞ്ച് ചെയ്യണം. അപ്പൊ ചേഞ്ച് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ, റെഡി? അപ്പൊ നമുക്ക് തുടങ്ങാം. ആദ്യം ആരാണ്? ഞാൻ ചോദിക്കാം. ഞാനൊരു വാക്ക് പറയാം, നീ അതിനെ ഓപ്പോസിറ്റ് സംസാരിക്കാം. റെഡി? ഓക്കെ, സെറ്റ് അല്ലേ? ഓക്കെ, കൈ അടിക്കും. ഓക്കെ, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. ഈ വേർഡാണ്. ഓക്കെ, തുടങ്ങിക്കോ. ചിരി, ദേഷ്യം, എനിക്ക് നിന്നെ ഇഷ്ടം, സങ്കടം. അത് പറഞ്ഞതാ. സങ്കടം ഇല്ല, ഞാനിങ്ങനെ തിരുത്തിക്കൊണ്ടിരിക്കും. ചിരി, എനിക്ക് നിന്നെ ഇഷ്ടം, എനിക്ക് ചിരി, എനിക്ക് നിന്നെ ഇഷ്ടം, സങ്കടം, നിന്നെ ഇഷ്ടം, ദേഷ്യം, എനിക്ക് നിന്നെ ചിരി എന്തിനാ ഇട്ടതായിട്ടിടയ്ക്ക്? സോറി, മാറിപ്പോയി. എന്നാ എനിക്ക് നിന്നെ ഇഷ്ടമെന്ന് തിരിച്ചാൻ പറയുന്നു. ഓക്കെ, അങ്ങോട്ട് ഫ്രെയിമിലേക്ക് നോക്കാം. സന്തോഷം, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. കരച്ചില്, എനിക്ക് നിന്നെ ഇഷ്ടം. എപ്പോഴും ഒരു ഭാവം തന്നെ, എപ്പോഴും ഒരു ഭാവം തന്നെയുള്ളൂ. ഓക്കെ, അങ്ങോട്ട് നിക്ക്. തരാനുള്ളതാ. എനിക്ക് നിന്നെ ഇഷ്ടമല്ല. ദേഷ്യത്തിൽ അല്ല, എനിക്ക് നിന്നെ ഇഷ്ടമല്ല. ചിരി, എനിക്ക് നിന്നെ ഇഷ്ടമല്ല. എനിക്ക് നിന്നെ ഇഷ്ടമല്ല. ലാസ്റ്റ് നിങ്ങൾ പറഞ്ഞ ദേഷ്യം വന്നിട്ട് പിന്നെയും ദേഷ്യത്തിലാണ്. പിന്നെ അത് ചിരിയാക്കാൻ പറ്റാൻ പാട്. കാണിക്ക് എന്റെ മോനെ വിറ്റല്ലോ. അതായത് അപ്പൊ ആദ്യമേ ദേഷ്യമൊക്കെ തുടങ്ങി. എനിക്ക് ഇത് ഇഷ്ടമല്ല, പിന്നെ എനിക്ക് തന്നെ ഇഷ്ടമല്ല. അപ്പൊ പിന്നെ ചിരിയാക്കാൻ പറ്റാൻ പാട്. ഓക്കെ, ഇനി ഞാൻ പറയണം അല്ലേ? എന്താ പറയണ്ടേ? അതേ വാക്ക് ഞാൻ ഓപ്പോസിറ്റ് പറയണം. ഇതേപോലെ നീ ചേഞ്ച് ആക്കുന്നത്. എനിക്ക് നിന്നെ ഇഷ്ടമല്ല. പറ. സന്തോഷം, എനിക്ക് നിന്നെ ഇഷ്ടമല്ല. കരച്ചില്, എനിക്ക് നിന്നെ ഇഷ്ടമല്ല. ദേഷ്യം, എനിക്ക് നിന്നെ ഇഷ്ടമല്ല. സങ്കടം, എനിക്ക് നിന്നെ ഇഷ്ടമല്ല. ചിരി, എനിക്ക് നിന്നെ ഇഷ്ടമല്ല.
എന്ത് എപ്പോഴും ഇതിന്റെ മുഖത്ത് ഒരു ഭാവം തന്നെ. ദേഷ്യം. എനിക്ക് നിന്നെ ഇഷ്ടമല്ല. കാരണം എനിക്ക് പോയി. കാരണം എന്തെന്ന് കാരണം ഇല്ലാത്ത ഇമോഷനൊക്കെ പറയുന്നു. കാരണം അറിയാത്തവൻ എന്താ നീ കാണിച്ചോണ്ട്. ഓക്കെ, അടുത്തത് ഞങ്ങള് തമ്മിൽ ഇഷ്ടമല്ല അത് പറഞ്ഞു. എനിക്ക് വിശക്കുന്നു. ചിരി. എനിക്ക് വിശക്കുന്നു. ഇത് കരച്ചില്. ഇത് ഇതിന്റെ ഫേസ്. ഇത് വീഡിയോ അവസാനം വരുമ്പോഴത്തേക്ക് നീ കണ്ടോ. ഇതിന് ഞാൻ തരും. തന്നിട്ട് തുടങ്ങിക്കോ. ഇത് നിങ്ങള് നീ വീഡിയോ കാണുമ്പോ എനിക്ക് മനസ്സിലാവും ഇതിന്റെ ഫേസ്. ഇത് എനിക്ക് കേൾക്കണം ഫുൾ. റെഡി, തുടങ്ങാം. ഒന്ന് കണ്ടിന്യൂ ചെയ്ത് നോക്കാവോ? സ്റ്റാർട്ട് ചെയ്തല്ലേ. അപ്പൊ ഞാൻ വീണ്ടും ഫ്രാങ്കായി മേടിക്കണ്ടേ. എനിക്ക് വിശക്കുന്നു. റെഡി, തുടങ്ങിക്കോ. ചിരി. എനിക്ക് വിശക്കുന്നു. കരച്ചില്. ദേഷ്യം. എനിക്ക് വിശക്കുന്നു. ശാന്തം. എനിക്ക് വിശക്കുന്നു. ചിരി. ദേഷ്യം. എനിക്ക് വിശക്കുന്നു. സങ്കടം. ചിരി. ദേഷ്യം. എന്താ പറഞ്ഞ? സങ്കടം. ശരി. സങ്കടം. ചിരി. ദേഷ്യം. ചിരി എല്ലാം ഒരുപാട് വിശപ്പായി. സങ്കടം. എനിക്ക് വിശക്കുന്നു. സന്തോഷം. എനിക്ക് വിശക്കുന്നു. ദേഷ്യം. എനിക്ക് വിശക്കുന്നു. സങ്കടം. എനിക്ക് വിശക്കുന്നു. സങ്കടം സാധാരണ. സന്തോഷം. എനിക്ക് വിശക്കുന്നു. ഹാപ്പി. എനിക്ക് വിശക്കുന്നു. ഒരുത്തൻ പേടിച്ചു. എന്തിനാ അത്? കരച്ചില്. ദേഷ്യം. എനിക്ക് വിശക്കുന്നു. കരുണം. എനിക്ക് വിശക്കുന്നു. ഹാസ്യം. എനിക്ക് വിശക്കുന്നു. ശൃംഗാരം. എനിക്ക് വിശക്കുന്നു. ഞാൻ പറഞ്ഞ നാല് ഇമോഷൻസ് പറയാം. ഭാവങ്ങൾ പറയട്ടാ. സന്തോഷം. എനിക്ക് വിശക്കുന്നു. സങ്കടം. എനിക്ക് വിശക്കുന്നു. ഹാപ്പി. എനിക്ക് വിശക്കുന്നു. എന്തോന്ന് ലൈറ്റ് ഇത്. സങ്കടം. എനിക്ക് വിശക്കുന്നു. സന്തോഷം. എനിക്ക് വിശക്കുന്നു. എനിക്ക് വിശക്കുന്നു. എനിക്ക് വിശക്കുന്നു. എന്തോന്ന് ഇപ്പൊ ഇവിടെ നടന്നേ? എന്തോന്ന് ഇവിടെ ഇപ്പൊ നടന്നേ? ഇപ്പൊ ഇവിടെയാണ് ഇമോഷൻസ് അലയടിക്കുന്നത് നിങ്ങൾ കണ്ടത്. ഭാവിയിലെ നായകൻ, സിനിമ നടൻ, ഫിലിം സ്റ്റാർ. എനിക്ക് ഇവിടുന്ന് പോണം. എനിക്ക് ഇവിടുന്ന് പോണം. അതാണ് വേണ്ടത്. ദേഷ്യം. എനിക്ക് ഇവിടുന്ന് പോണം. എനിക്ക് ഇവിടുന്ന് പോണം. ചിരി. എനിക്ക് ഇവിടുന്ന് പോണം. സങ്കടം. ദേഷ്യം. എനിക്ക് ഇവിടുന്ന് പോണം. സങ്കടം. ചിരി. ചിരി. ഡയലോഗ് പറയണി. ഇവിടെ ഡയലോഗ് പറയുന്നില്ല കേട്ടോ. ഉടായിപ്പ. വട്ടായെന്ന് തോന്നുന്നല്ലോ. സങ്കടം. ദേഷ്യം. സോറി, ദേഷ്യം മാറിപ്പോയി. സന്തോഷം. എനിക്ക് ഇവിടുന്ന് പോകണം. സങ്കടം. എനിക്ക് ഇവിടുന്ന് പോകണം. ദേഷ്യം സങ്കടമാണ്. സങ്കടം പറഞ്ഞു രണ്ടാമത്. അപ്പൊ ദേഷ്യം തന്നെയാണ് റിപ്പീറ്റ്. സെയിം ഭാവമാണ്. അപ്പൊ അടുത്തത് കുറച്ച് സിനിമ ഡയലോഗ്സ് ആണ്. സിനിമയിലെ ഡയലോഗ്സ് ആണ്. ഉന്നെ വിടമാട്ടെ. അത് ഇമോഷൻസ് മാറ്റി മാറ്റി. ചിരി. ദേഷ്യം. കരച്ചിൽ. ചിരി. ദേഷ്യം. കരച്ചിൽ. ദേഷ്യം. കരച്ചിൽ. സങ്കടം. ചിരി. ദേഷ്യം. സങ്കടം. അത് ചിന്തിക്കുന്നുണ്ട്. ശാന്തം. ശാന്തമില്ലാത്ത വേണം. ശാന്തമുണ്ട്. ദേഷ്യം. സങ്കടം. ചിരി. സങ്കടം. ചിരി. ഡയലോഗ് പറയണേ.
ഒരുമിച്ച് നടക്കണ്ടേ? ഇവിടെ ഡയലോഗ് പറയുന്നത് പറയും. അവളാണ് ഇവിടെ കാണിക്കുന്നത്. ഞാൻ കാണിച്ചു സത്യം. പിന്നെ ഇവിടെ മാട്ടെ. ഉന്നവിടെ മാട്ടെ. ചിരി. സങ്കടം. സങ്കടം. ദേഷ്യം. ഉടായ്പ് കാണിക്കുന്നത് ഇവിടെ ഏകദേശം കറക്റ്റ് ആയി വന്നതാണ് കേട്ടോ. ഓക്കെ, കുറച്ച് ഞാൻ കുറച്ച് പിടിച്ചു കേട്ടോ. ഞാൻ എക്സ്പ്രഷൻ ഒക്കെ പഠിച്ചു. ഉന്നവിടമാട്ടെ, ഹാപ്പി, ഉന്നവിടമാട്ടെ, സങ്കടം, ഉന്നവിടമാട്ടെ. സങ്കടം, ഉന്നവിടമാട്ടെ, സന്തോഷം, ഉന്നവിടമാട്ടെ, ഉന്നവിടമാട്ടെ, ഉന്നവിടമാട്ടെ. ഇതെന്തോന്ന് എക്സ്പ്രഷൻ, എന്തോന്ന് എക്സ്പ്രഷൻ. പുരുഷനെ അനുഗ്രഹിക്കണം. ശരി, ശരി. പുരുഷനെ അനുഗ്രഹിക്കണം. സങ്കടം, പുരുഷനെ അനുഗ്രഹിക്കണം. ദേഷ്യം, സോറി, ദേഷ്യത്തെ പറയണ്ടല്ലേ. അവസാനം ദേഷ്യം. ഉന്നവിടമാട്ടെ, സോറി, മാറിപ്പോയി. പുരുഷനല്ലേ. ദേഷ്യം, പുരുഷനെ അനുഗ്രഹിക്കണം. സങ്കടം, പുരുഷനെ, ചിരി, പുരുഷനെ, സങ്കടം, പുരുഷനെ, ശാന്തം, പുരുഷനെ അനുഗ്രഹിക്കണം. ദേഷ്യം, പുരുഷനെ അനുഗ്രഹിക്കണം. സങ്കടം, സങ്കടം, ചിരിയെല്ലാം ഒരുമിച്ചായല്ലോ. സങ്കടം, പുരുഷനെ അനുഗ്രഹിക്കണം. സന്തോഷം, പുരുഷനെ അനുഗ്രഹിക്കണം. സങ്കടം, പുരുഷനെ അനുഗ്രഹിക്കണം. ദേഷ്യം, പുരുഷനെ അനുഗ്രഹിക്കണം. പുരുഷനോ, സോറി, സങ്കടം, പുരുഷനെ അനുഗ്രഹിക്കണം. സന്തോഷം, പുരുഷനെ അനുഗ്രഹിക്കണം. ദേഷ്യം, പുരുഷനെ എല്ലാം പോയി കേട്ടോ. എക്സ്പ്രഷൻ എല്ലാം. ലാസ്റ്റ് ഇമോഷൻ മാറി തൊണ്ട അടക്കാൻ തുടങ്ങി. പോമോനെ ദിനേശ, ചിരി, എടി ചിരി, സങ്കടം, ദേഷ്യം, ചിരി, ദേഷ്യം, സങ്കടം, ചിരി. എല്ലാം മാറിപ്പോയി. പോമാന ദിനേശ, സങ്കടം, സന്തോഷം, സന്തോഷം, സങ്കടം, അടുത്ത ദേഷ്യം, സങ്കടം, സന്തോഷം, ദേഷ്യം. പിന്നെ എന്തോന്ന് വന്നു. ശാന്തം, റിലാക്സ്. എന്താ ഇപ്പൊ നടന്ന ഇവിടെ? ഒരു പിടുത്തവും ഇല്ല. നിനക്ക് വല്ല അറിവുണ്ടോ? നോ ഐഡിയ അമ്മുക്കുട്ടി. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൗണ്ട് അടച്ചു. അതുപോലെ തന്നെ ഇത് നമ്മൾ ഉദ്ദേശിച്ച പോലെ അല്ല കേട്ടോ. നമ്മള് വീഡിയോ ചെയ്തപ്പോഴത്തേന് ഇത് വളരെ സിമ്പിൾ ആയിട്ട് തീരും. നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഭാവിയിലെ സിനിമ നടൻ ഈ കാണിച്ചത് ഇത് കണ്ട് ആരാധകരെ ശാന്തരാകുകയും. അപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ നമ്മൾ തുടങ്ങിയപ്പോഴത്തേന് വളരെ സിമ്പിൾ ആയിട്ട് അവസാനിക്കുമെന്ന് വിചാരിച്ചതാ. പക്ഷെ ഇത് ഇമോഷൻ നമ്മൾ പെട്ടെന്ന് ചേഞ്ച് ആകുന്ന പറയുമ്പോഴത്തേനുണ്ടല്ലോ സംഭവം റിലേ കത്തിപ്പോകുന്ന പരിപാടിയാണ്. സംഭവം ഒന്നും കിട്ടത്തില്ല കേട്ടോ. അപ്പൊ അത്രയ്ക്ക് കിടിലൊരു നന്നായി അഭിനയിച്ചെന്ന് പറയുക. അത് നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് എന്താണ് സംഭവിച്ചതെന്ന് ഇനി ഇതിന്റെ വീഡിയോ ഔട്ട് വന്നിട്ടുണ്ടെങ്കിൽ അറിയാം അല്ലെ. എന്തൊക്കെയാ ഭാഗങ്ങൾ വന്നിട്ടുണ്ടെന്ന് നമുക്ക് കറക്റ്റ് അതിനകത്ത് അറിയത്തുള്ളൂ. എനിവേ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കുക. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തിട്ട് കൂടെ തന്നെ ഉണ്ടാവും എല്ലാ വീഡിയോയ്ക്കും. അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ വേണ്ടി നമുക്ക് എല്ലാവർക്കും വീണ്ടും കാണുന്നവരെ ബൈ.